ഇന്നലെയും ഇന്നുമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? വീണ ജോർജിൻ്റെ കഴുത്തുളുക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് ഉളുക്കിയോ ഉളുക്കിയില്ലേ എന്നുള്ളതൊക്കെ തർക്ക വിഷയമാണെങ്കിൽ പോലും അതാണ് ചർച്ച ചെയ്യുന്നത്. കുറേ മാധ്യമങ്ങൾ അത് കളിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരിഹസിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ചർച്ച ചെയ്യുന്നു. മറ്റ് മാധ്യമങ്ങളാണെന്നുണ്ടെങ്കിൽ അതൊരു യാഥാർത്ഥ്യമാണ്, വീണ ജോർജിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, KSU പ്രവർത്തകർ ഉപദ്രവിക്കാൻ ശ്രമിച്ചതാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്ന മാധ്യമങ്ങളുണ്ട്. ഇതിലൊന്നും പെടാതെ തന്നെ വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റേ മീശ മാധവനിലെ നമ്മുടെ കൊച്ചിൻ അനീഫയുടെ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വെച്ച് ട്രോൾ രൂപത്തിൽ വാർത്തകൾ ഇടുന്ന, അതല്ലെങ്കിൽ കഴുത്ത് വേദന വന്നാൽ എന്ത് ചെയ്യണം എന്ന തരത്തിലുള്ള ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റുകൾ ഇടുന്ന മാധ്യമങ്ങൾ വരെയാണ് നമുക്ക് ചുറ്റുമുള്ളത്. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, എത്ര സമർത്ഥമായിട്ടാണ് LDF കാര്യങ്ങൾ കീഴ്മേൽ മറിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അവരുടെ സ്ട്രാറ്റജി കൃത്യമായിട്ട് വർക്കൗട്ട് ആവുന്നു എന്നുള്ളതാണ്. ഏകദേശം വീണ ജോർജിന്റെ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ മർദ്ദിച്ചതിനോ അതല്ലെങ്കിൽ അവരുടെ തൊട്ടടുത്തേക്കെങ്കിലും ഈ പറയുന്ന പ്രവർത്തകരെത്തിയതിനോ പ്രത്യേകിച്ച് തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. FIRലെ വിവരങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാളെ തള്ളിയിടാൻ വേണ്ടി ശ്രമിച്ചു, കഴുത്തിന് പിടിച്ച് തള്ളി എന്നൊക്കെ തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് FIRൽ വന്നിട്ടുള്ളത്. അതിനു പുറമെ ഈ പറയുന്ന CPMന്റെ അല്ലെങ്കിൽ LDFലെ നേതാക്കൾ തന്നെയും പറയുന്ന ഒരുപാട് ജൽപ്പനങ്ങൾ വേറെ. കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസ്ഥാന നേതാക്കളുണ്ട് ഈ വിഷയത്തിൽ CPMന്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു വിഷയമാണ്. കാരണം ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് പരിഹാസ രൂപേണ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ വളരെ സീരിയസ് അടിയന്തര സ്വഭാവമുള്ള ഒരു വിഷയം എന്നുള്ള നിലയ്ക്കും ചർച്ച ചെയ്തോട്ടെ. കാരണം റിപ്പോർട്ടർ ചാനലൊക്കെ പോലെയുള്ള ചാനലുകൾ ഈ വിഷയത്തെ വളരെ സീരിയസ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മന്ത്രിക്ക് നേരെയുള്ള അതിക്രമം എന്നൊക്കെ പറഞ്ഞിട്ട് അവരവരുടെ ചോറിനുള്ള കൂറ് കാണിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലാണ് ഈ വിഷയത്തിൽ റിപ്പോർട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെന്തോ ആവട്ടെ, പക്ഷേ ഈ പറയുന്ന വെള്ളി വെളിച്ചത്തിൽ നിൽക്കുന്നത് മന്ത്രി വീണ ജോർജും അതുമായിട്ട് ബന്ധപ്പെട്ട ആക്രമണങ്ങൾ മാത്രമാണ്. ട്രോൾ പേജുകളാവട്ടെ, ഇനിയിപ്പോൾ നമ്മുടെ മാധ്യമങ്ങളെ നമുക്ക് മാറ്റി നിർത്തിയാൽ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്ന ട്രോൾ പേജുകൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പേജുകൾ എല്ലാവരും തന്നെയും ഇത് ചർച്ച ചെയ്യുന്ന ഒന്നെങ്കിൽ നെഗറ്റീവായിട്ടോ അതല്ലെങ്കിൽ പോസിറ്റീവായിട്ടോ ഈ വിഷയം മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമാണ് രമേശ് ചെന്നിത്തല ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഡാറ്റ തെഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടും പ്രൈവസി ബ്രീച്ചുമായിട്ട് ബന്ധപ്പെട്ടും ഒരു ആരോപണം ഉന്നയിച്ചത്. ഇന്ത്യൻ നിയമപ്രകാരം മാത്രമല്ല, മറിച്ച് ഈ ഡാറ്റ തെഫ്റ്റും പ്രൈവസി ബ്രീച്ച് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര നിയമപ്രകാരങ്ങൾ വരെ ഗൗരവമേറിയിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ്. ആ സ്ഥാനത്താണ് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് സർക്കാർ ജീവനക്കാർക്ക് കൊടുത്തിട്ടുള്ള ഒരു ആനുകൂല്യമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ജീവനക്കാരുടെ ഡാറ്റ എടുത്തതിന് ശേഷം അവർക്ക് വാട്സപ്പിലും മറ്റും മെസ്സേജായിട്ട് സന്ദേശങ്ങൾ മുഖ്യമന്ത്രിയുടെ പേരിൽ ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമ്മൾ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തവർ ചിന്തിക്കുക, അതിനിപ്പോൾ എന്താണ്, സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള മുഖ്യമന്ത്രി അവരുടെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചതിൽ എന്താണ് തെറ്റെന്ന് ചോദിക്കുന്ന നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷേ അതത്ര നിഷ്കളങ്കമായിട്ട് തള്ളിക്കളയേണ്ട ഒരു സംഗതിയല്ല. അതായത് നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ മൊത്തം ഡാറ്റയും അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ആ സാധനം ഒരു ഏജൻസിക്ക് കൊടുക്കുക, അതല്ലെങ്കിൽ എങ്ങനെയോ ആവട്ടെ, അത് മറ്റൊരാളെടുത്ത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിച്ചത്. ആരോപണം ഉന്നയിച്ച വ്യക്തി ആരോ ആവട്ടെ, പക്ഷേ അത് ഗൗരവമേറിയിട്ടുള്ള ഒരു ആരോപണവുമാണ്, കുറ്റകൃത്യവുമാണ്. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയും നമ്മുടെ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. ചില സമയത്തൊക്കെ നമ്മുടെ ന്യൂസുകളിൽ കാണാനായിട്ട് സാധിക്കും, ഗൂഗിളിന് 10,000 കോടി പിഴ ചുമത്തി യൂറോപ്യൻ യൂണിയൻ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് ഇത്ര കോടി, ഇത്ര സഹസ്ര കോടികൾ പിഴ ചുമത്തി, ഇത്ര കോടി ഡോളർ പിഴ ചുമത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. മിക്കവാറും ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെ യൂറോപ്യൻ യൂണിയനൊക്കെ പോലെയുള്ള അതല്ലെങ്കിൽ മറ്റ് ഗവൺമെന്റ് ബോഡികളാണൊക്കെ ഇത്തരത്തിലുള്ള പിഴ ചുമത്തുന്നത്. ഇതിൽ കൂടുതലും വരുന്നത് ഈ പറയുന്ന ഡാറ്റ ബ്രീച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ പ്രൈവസി ബ്രീച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആളുകളുടെ വ്യക്തി വിവരങ്ങൾ മറ്റൊരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ മറ്റൊരു പർപ്പസിനോ വേണ്ടിയിട്ട് വിൽക്കുന്ന തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് ഈ കോർപ്പറേറ്റ് കമ്പനികൾക്കൊക്കെ തന്നെയും ഭീമമായിട്ടുള്ള പിഴ സർക്കാർ സംവിധാനങ്ങൾ നൽകുന്നത്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ തന്നെ സർക്കാർ ജീവനക്കാരുടെ ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റ സർക്കാർ തന്നെ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ആരോപണം എന്ന് പറയുന്നത്. ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ലംഘനം കേവലം ഒരു ദിവസത്തെ 1-2 ഹെഡ്ലൈൻ വാർത്തകൾക്ക് അപ്പുറത്തേക്ക് ചർച്ച ചെയ്യപ്പെടാത്ത രീതിയിൽ മുക്കിക്കളയുന്ന തരത്തിലാണ് LDFന്റെ പിന്നീടുള്ള അല്ലെങ്കിൽ CPMന്റെ പിന്നീടുള്ള ഓരോ പ്രവൃത്തിയും കാണിച്ചത്. അതിനിടയ്ക്കൊക്കെ തന്നെയും ഈ ഒരു 5 പൈസയുടെ വിവരം ഇല്ലാതെ വെള്ളയിട്ട് നടക്കുന്ന കോൺഗ്രസ്സുകാർ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കത്രിക മറന്നു വെച്ച കേസൊക്കെയാണ്. കത്രിക മറന്നു വെച്ചിട്ടുള്ള കേസ് ഒരു പ്രശ്നമാണെന്നല്ല പറയുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന കേരളത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ആരോഗ്യ മേഖല പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതൊരു
ആഗോള പ്രശ്നമാക്കി ഉയർത്തി കാണിച്ചുകൊണ്ട് ഇലക്ഷനെ നേരിടുക എന്നൊക്കെ പറയുന്നത് കോൺഗ്രസ് ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ് എന്നല്ലാതെ മറ്റൊന്നും തന്നെ അതിനെ വിളിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ ഇതേ വിഷയത്തിൽ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ 10 കൊല്ലം ഭരിച്ചിട്ടുള്ള ഒരു സർക്കാരിൻ്റെ ഗതികേട് എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ, 1-ാം തീയതി ശമ്പളം കൊടുത്തു എന്നുള്ളതാണ് അവരുടെ പ്രധാന ഭരണ നേട്ടം. അതല്ലെങ്കിൽ കുടിശ്ശിക ഉണ്ടായിരുന്ന DA കൊടുത്തു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തു എന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യൻ ജോലി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ജീവനക്കാരൻ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കൃത്യമായി ശമ്പളം കൊടുത്തു എന്നുള്ളത് എങ്ങനെയാണ് ഒരു സർക്കാരിൻ്റെ ഭരണ നേട്ടമായി മാറുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിക്കുന്നത് അതാണ്. KSRTCക്ക് ചരിത്രത്തിലാദ്യമായി 1-ാം തീയതി ശമ്പളം കൊടുത്തു. പെൻഡിങ് ഇല്ലാതെ ശമ്പളം പോയിക്കൊണ്ടിരിക്കുന്നു, പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് സാമൂഹ്യക്ഷേമ പെൻഷനുകളെ കുറിച്ചല്ല, മറിച്ച് ഈ പറയുന്ന വിരമിച്ച ജീവനക്കാർക്കുള്ള പെൻഷൻ കൊടുത്തതൊക്കെയാണ് ഇവിടുത്തെ 10 വർഷത്തെ ഭരണ നേട്ടമായിട്ട് അവതരിപ്പിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡാറ്റ തെഫ്റ്റും അല്ലെങ്കിൽ പ്രൈവസി ബ്രീച്ചുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒഫൻസിലും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ഈ പറയുന്ന സർക്കാർ ജീവനക്കാരുടെ വാട്സപ്പിലേക്കും അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലേക്കും അയച്ചിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എന്തോ മുടങ്ങിക്കിടന്നതോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടോ ഉള്ള ഒരു സംഗതി അവർക്ക് പാസ്സാക്കി കൊടുത്തു, അല്ലെങ്കിൽ മന്ത്രിസഭയിലൂടെ പാസ്സായി നേരത്തെ കിട്ടി എന്ന തരത്തിലുള്ള ഒരു അവകാശവാദമാണ് ഈ പറയുന്ന പ്രൈവസി ബ്രീച്ചിലും സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ പ്രത്യേകിച്ച് ആനക്കാര്യം എന്തെങ്കിലും ചെയ്ത കാര്യം സർക്കാർ ജീവനക്കാരെ നമ്പറുകൾ മൊത്തം എടുത്ത് അറിയിക്കുന്ന ഒരു സാഹചര്യമല്ല ഉണ്ടായിട്ടുള്ളത്. സോ നമ്മുടെ നാട്ടിലെ 10 വർഷം ഭരിച്ചിട്ടുള്ള ഒരു സർക്കാരിൻ്റെ ഭരണ നേട്ടമായിട്ട് ചുരുങ്ങിയിരിക്കുന്നത് നേരത്തിന് ശമ്പളം കൊടുത്തു എന്ന തരത്തിലുള്ള അവകാശവാദങ്ങളൊക്കെയാണ്. പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിൽ ബ്ലണ്ടറുകൾ കാണിക്കുന്ന, വെള്ളയിട്ട് നടക്കുന്നതല്ലാതെ 5 പൈസയുടെ വിവരമില്ലാത്ത UDFനെയൊക്കെ കേരളത്തിൻ്റെ ഭരണം ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ കൊല്ലം കൊണ്ട് അവർ വെറുപ്പിച്ച് കയ്യിൽ തരും. പിന്നെ ഇത്രയും ബുദ്ധിയും കഴിവും സംഘടനാശേഷിയുമുള്ള LDF പ്രതിപക്ഷത്തിരിക്കുന്നിടത്തോളം കാലം ഈ പറയുന്ന UDFന് മര്യാദയ്ക്ക് ഭരിക്കാനും പറ്റില്ല. സോ UDF എന്നതിനേക്കാൾ നല്ലത് ഒന്നെങ്കിൽ കേരളത്തിന് ഒരു ഓൾട്ടർനേറ്റീവിനെ കുറിച്ച് ചിന്തിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ LDFനെ തന്നെ വീണ്ടും വരുത്തുന്നതാണ് നല്ലത്. ഇപ്പോൾ നമുക്ക് LDF സംബന്ധിച്ചിടത്തോളം LDF 1-ാം തീയതി ശമ്പളം കൊടുത്തു എന്ന് അവകാശപ്പെടാനെങ്കിലും അവർ 1-ാം തീയതി ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ, UDF വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ശമ്പളം 1-ാം തീയതിയും കിട്ടില്ല, 10-ാം തീയതിയും കിട്ടില്ല എന്നുള്ളതായിരിക്കും അവസ്ഥ.